ഹായ്. പിന്നെ എൻ്റെ ഒരു അങ്കിളേ അവിടെ ഇങ്ങനെ പുകാളി നിൽക്കുന്നുണ്ട്. നമുക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ കേട്ടോ, നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് മൂപ്പര നൃത്തം കണ്ടിട്ട് എനിക്കവിടെ ഒക്കണില്ല. എന്താ ഇപ്പം ഈ നൃത്തത്തിൻ്റെ കാരണം എന്ന് അറിയണല്ല. നിങ്ങളെന്താ ഇങ്ങനെ പുകാളിക്കണേ? ഞാൻ പുകാളി നിൽക്കണെന്ന് പറഞ്ഞാൽ മോളെ എൻ്റെ കാര്യം വളരെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഞാൻ ചെറുപ്പം മുതലേ ഇടങ്ങേറായൊരു മനുഷ്യനാണ്. 17 വയസ്സിൽ പാസ്പോർട്ട് കിട്ടുന്നതിൻ്റെ മുന്നേ ഞാൻ ഗൾഫ് കയറിയ മനുഷ്യനാണ്. അവിടെ കുറേ നയിച്ചു, 3-4 കൊല്ലം നയിച്ചു എന്നല്ലാതെ ഒന്നും ബാക്കിയുണ്ടായില്ല. ആ കൊല്ലം അങ്ങനെയാണ് കഴിഞ്ഞ് ഞാൻ വന്ന്. അപ്പോൾ കുടിക്കാരിച്ചൊരു അന്തംപിടലുണ്ടായിരുന്നു. ആ അന്തംപിടൽ കാരണം കുടിക്കാർ വിചാരിച്ചു ഈ അന്തംപിടൽ പിന്നെ പെണ്ണിട്ടിച്ച് കൊടുക്കാഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ കൊണ്ട് പെണ്ണിട്ടിച്ച് വന്നു. അങ്ങനെ ഞാൻ പെണ്ണൊക്കെ കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ലേശം അന്തച്ചുണ്ടേനി. ആ ഇല്ല അന്തച്ച് പോയി. പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒന്നും കൂടി പിന്നെ ഉംറക്ക് പോയി ഒരു 2 കൊല്ലം ഞാനവിടെ നിന്നു. 2 കൊല്ലം നിന്ന് അതിലൊരു കുട്ടി ഉണ്ടായി. അങ്ങനെ സന്തോഷത്തിൽ ഞാൻ ആ 2 കൊല്ലം നിന്നുകൊണ്ട് നാട്ടിൽ തന്നെ വന്നു. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ പോകാൻ ഇന്ത്യയിൽ കായൊന്നുമില്ല. അപ്പോൾ നയിച്ച പൈസക്ക് ആൾക്കാർ ചോദിച്ചു എന്തേ കാട്ടി. ഞാൻ ഒരു ചായയും കൂടി ഒരു ചായ സിഗരറ്റോ ഒന്നും വലിച്ചാത്ത മനുഷ്യനാണ് ഞാൻ. ഒരു കുതിരളിച്ചില്ല. പക്ഷേ കായ് എനിക്ക് കുടിച്ചക്കാനും പാത്തക്കാനും കഴിവുണ്ടായില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ നാട്ടിൽ കൂടി ഞാൻ ഒരു 5 കൊല്ലം ഹോട്ടൽ പണി എടുത്തു. കോഴിക്കോടല്ല, മലപ്പുറം കോട്ടപ്പടി ന്യൂ പാരകം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് എനിക്ക് കേക്കത്തലക്കെ. അവിടെ 5 വർഷം ഹോട്ടൽ പണി എടുത്തു. അങ്ങനെ ഹോട്ടൽ പണി എടുക്കുന്ന അടിയിൽ കൂടെ പിന്നെ ഞാനൊന്ന് ചിന്തിച്ചു ഒന്നുകൂടി പോയാലോ. അങ്ങനെ പോയി ഞാൻ വിസ എടുത്തുകൊണ്ട് പോയി. വിസ എടുത്ത് പോയ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയണ്ട, ഇന്ന് തീരൂല. അപ്പോൾ ഞാൻ ചുരുക്കി പറയാറുണ്ട്. ഇവിടുന്ന് 80,000 റുപ്യ ഉണ്ടാക്കി കൊടുക്കണം. ആ 80,000 റുപ്യ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി തന്നെയാണ്. പാഞ്ഞ് അങ്ങനെ കാലൊക്കെ വരുത്തിളകി അങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇരുന്ന് അങ്ങനെ ഇനി എവിടുന്നൊക്കെയാണ് ഇത് കിട്ടുക എന്ന് ആലോചിച്ച് അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടുകൊണ്ട് എനിക്ക് ആ 80,000 റുപ്യ ഒപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒപ്പിക്കാൻ കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ ബാക്കി 1 ലക്ഷം ഞാൻ ഗൾഫിൽ ചെന്നിട്ട് കൊടുക്കാറുണ്ടാണ് ഞാൻ പോയത്. നമ്മളെ പള്ളിശ്ശേരിത്തെ അംസാക്കുണ്ട്, പേരുണ്ട് അംസാക്ക, മൂപ്പര കെയർ ഓഫിലാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നുകാണ്ട് പിന്നെ ഗഫീലിന് ഒക്കെ ബന്ധപ്പെട്ട് ഇതായിങ്ങാണ്ട് തനാജിലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കണ്ട, തനാജിൽ ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ജോലി കണ്ടുപിടിച്ചൊരു ജോലി കയറിയപ്പോൾ ഓല് പറഞ്ഞു തനാജിൽ വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ തനാജിൽ വാങ്ങാൻ ചെന്നപ്പോൾ ഓൽക്ക് 1000 റിയാലുമാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് തനാജിൽ വാങ്ങുകയാണെങ്കിൽ പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ നമുക്ക് ഇവിടെ തിരിച്ചു വന്നുകാണ്ട് മൂപ്പരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഈ 1,80,000 മുടക്കി പോയി കണ്ട് അത് ഒഴിവാക്കണ്ടേ? ഈ 1000 റിയാലിന് അത് ഉണ്ടാക്കി കൊടുത്തു. അത് ഉണ്ടാക്കി കൊടുത്തുകാണ്ട് ഞാൻ ഈ കടയിൽ കയറിയപ്പോൾ അവിടുത്തെ മുതലാളിനോട് പറഞ്ഞിനി എനിക്ക് ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേച്ച പൈസ ഞങ്ങൾ പിടിച്ചോളാം, ബാക്കി പൈസ എനിക്ക് എൻ്റെ ആവശ്യത്തിന് തരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അയാൾ പണി ഞാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞിട്ടും പൈസ ഒന്നും തരുന്നില്ല. 2 മാസം കഴിഞ്ഞിട്ടും തരുന്നില്ല. 3 മാസം കഴിഞ്ഞിട്ടും തരുന്നില്ല. അതിൽ ഞാൻ ചോദിച്ചു എനിക്ക് കുറച്ച് പൈസ വേണം. അപ്പം എനിക്ക് തെനാസിലൊന്നും മാറണ്ടേ, അതിന് പൈസ വേണ്ടേ എന്നുള്ള മറുപടിയാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ തെനാസിൽ കൊടുക്കോളഞ്ഞോട് അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ ആ തെനാസിലെ പൈസ ഞാൻ ഒപ്പിച്ച് കണ്ട് അവിടുന്ന് കൊടുത്ത്. അപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കാനൊക്കെ ബുദ്ധിമുട്ടി കണ്ട് 80,000 റുപ്യ ഇവിടുന്ന് കടം വാങ്ങിയതാണ്. അപ്പോൾ അത് ബാങ്കിൽ നിന്നൊക്കെ ലോണും അതും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ അത് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലേക്ക് പൈസ അയക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പൈസ ഒക്കെ കുറേച്ച് അയച്ച് അതൊക്കെ അങ്ങനെ ആയി. ഈ തെനാസിലും മാറലും ഇത് മാങ്ങലൊക്കെ പാടായിട്ട് ഒരു 5-6 കൊല്ലം പോയതറിഞ്ഞില്ല. അങ്ങനെ 6 കൊല്ലം ഞാൻ നിന്ന് പിന്നെ നാട്ടിൽ പോകുന്നപ്പോൾ പൈസ ഒന്നുമില്ല. അതുവരെ വർക്ക് ചെയ്തതല്ലോ അങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടി പോയി. അങ്ങനെ പിന്നെ ആ വിസക്ക് തുടർന്നുകാണ്ട് ഞാൻ ഒരു 2000-ലാണ് പോയത്. തുടർന്നുകാണ്ട് ഞാൻ ഒരു 2019 ലാസ്റ്റ് വരെ നിന്നു. പിന്നെ അന്ന് കൊറോണ ഉണ്ട സമയത്താണ് ഞാൻ നാട്ടിൽ വന്നത്. കൊറോണ ഉണ്ടായ സമയത്ത് നാട്ടിൽ വന്ന് എനിക്ക്
പോകാൻ ഒരു മാസം ഉണ്ടാകുന്ന സമയത്താണ് എനിക്ക് ബ്ലോക്ക് ഉണ്ടായി. ബ്ലോക്ക് ഉണ്ടായാണ് അതൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പോയാൽ ഒരു ചെറിയ പാട്ട വെള്ളം കൂടി നിങ്ങൾക്ക് പൊക്കാൻ കഴിയൂല, അപ്പോൾ നിങ്ങൾ എന്താ പോയിട്ട് കാര്യം എന്നാണ്. ചുരുക്കി പറഞ്ഞാല് അത്ര കൊല്ലം ഗൾഫിൽ നിന്നിട്ട് സമ്പാദ്യമായിട്ട് കിട്ടിയതാണ് കുറെ രോഗങ്ങൾ കിട്ടി. ഇപ്പൊ അല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ വയസ്സ് 51 വയസ്സായി. പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അതിലേറൊക്കെ തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ രോഗങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തലയിൽ കാര്യം ഇങ്ങനെ നടക്കല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോ ഞാൻ പള്ളിശ്ശേരി ഇന്റെ പങ്ങളെ കുട്ടികളുണ്ട്, വൈറ്റങ്ങളെ കടിയിൽ ഇപ്പൊ ഇങ്ങനെ വന്നും പോയി നിന്നും പോയി ഒക്കെ അങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും വേദന വരുമ്പോ അങ്ങനെ ലീവാക്കും. അപ്പോ പങ്ങളെ കുട്ടിയുണ്ട്, ഓന്റെ വാതിലേക്ക് നിൽക്കും. അങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോവുകയാണ്. ബാധ്യതകൾ അപ്പൊ ഒരുപാടുണ്ട്. കാരണം ഒരുപാടുണ്ട്. വീടായിട്ടില്ല, അങ്ങനെയല്ല ഒന്നാമത്തെ പ്രശ്നം. വീട് ഇതുവരെ ആയിട്ടില്ല. അങ്ങനെയല്ല പ്രശ്നങ്ങൾ. സ്ഥലമുണ്ട്, അപ്പൊ ഇനിയൊരു വീട് വെക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്. അതൊക്കെ ഇപ്പൊ അല്ലാഹു തആല കഴിവ് തന്നാല് വെക്കാന്നുള്ള അഭിപ്രായം ഉണ്ട്. എന്താ ഏതായാലും റെഡിയാവും. അപ്പൊ അങ്ങനെ നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം റെഡി ആവുന്നില്ല ഒരു മനസ്സാണ് ഉള്ളത്. അതാണ് ഇപ്പൊ ഈ പുകാളി ഇരിക്കണതിന്റെ ഉദ്ദേശം, കാരണം അതാണ് സംഭവം. ഞാൻ എന്ത് കാട്ടും, എന്ത് ചെയ്യും, എന്ത് മാർഗം സ്വീകരിക്കും. നിങ്ങൾക്ക് 2 കിഡ്നി പ്രശ്നമാണോ? 2 കിഡ്നി എനിക്ക് പ്രശ്നമാണ്. ഒരു കിഡ്നി പോയിക്കണ്, ഒരു കിഡ്നി പോയി. ഇപ്പൊ ഇനി ഒരു കിഡ്നിയെ പ്രവർത്തനമുള്ളൂ. ആ പ്രവർത്തനം തന്നെ ആ കിഡ്നിയിലുണ്ട് കല്ല്. അത് നീക്കം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എങ്ങനെ ആവും? അപ്പൊ എന്തൊക്കെ ആവുന്നില്ലേ. ഒരു മാസം തന്നെ മരുന്നിന് നല്ലൊരു സംഖ്യ എനിക്ക് നല്ല സംഖ്യ വരുന്നുണ്ട്. അതിനെന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അറിയില്ല. എനിക്ക് നയിച്ചാൻ പറ്റാത്ത കോലാണല്ലോ. ഇപ്പൊ ഇതൊക്കെ ഇത് എടുത്ത് ഒഴിവാക്കി കാണ്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അയച്ചു കൊടുക്കാം. അപ്പൊ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കട്ടെ. ഇത് പ്രാരാബ്ദം കാര്യങ്ങളൊന്നും പറഞ്ഞതല്ല, ഒരു മനുഷ്യന്റെ ഗതികേടാണ്. കാരണം ആരോടൊന്നും പറയാനും ചോദിക്കാനും ഒന്നുമില്ല. ഗതികേട് കൊണ്ട് പറഞ്ഞു പോവാണ്. കാരണം നാട്ടിലിറങ്ങി നടക്കണല്ലോ. നടക്കണമെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം. അത് കൊടുക്കാനുള്ള വക നമ്മളെ കയ്യിലില്ല. പിന്നെ ഒരു ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ മാക്സിമം 500 റുപ്യ കിട്ടും. അതുകൊണ്ട് ഈ ഇത്രയും ബാധ്യതകളൊന്നും കൊടുത്ത് തീർക്കാൻ കഴിയൂല. പിന്നെ ഭാരപ്പെട്ട പണികൾ എടുത്തിട്ട് വീട്ടാനുള്ള ആരോഗ്യം ഇപ്പൊ ഇല്ല. അതാണ് ഇപ്പത്തെ അവസ്ഥ. അപ്പൊ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ, പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക. ഓക്കെ, ശരി. നിങ്ങളെല്ലാരും കേട്ടല്ലോ ഒരു പ്രവാസിയുടെ അവസ്ഥയാണ്. 20-ലേറെ വർഷം പ്രവാസിയായിട്ടും ഒന്നും സമ്പാദിക്കാനില്ലാതെ ഒരുപാട് അസുഖത്തോടെ നാട്ടിൽ വന്ന ഒരാളാണ്. ഒരു വീട് വെക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ബാധ്യത കാരണം ആ വീട് ജപ്തിയായിട്ട് പോയി. പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വാടകപ്പരകൾ കൂടെ മാറി മാറി താമസിക്കുന്ന മാസം 2000 രൂപയാണ് ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ വാടക. അതും ഇപ്പം പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. കാരണം ഇയാൾക്ക് 2 ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പോവാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും വേദന അളകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പം പിടിച്ചു നിൽക്കാന് ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്തത്. അല്ലാണ്ട് നമുക്ക് ഇതിന്ന് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. അയാളെ അവസ്ഥ അത്രയും ദയനീയാണ്. ആരോട് ചോദിക്കാനില്ല, ആരോട് പറയാനില്ല. എനക്ക് ഈ ഇതിങ്ങനെ അറിയൂല കേട്ടോ. ഇങ്ങനെ സോഷ്യൽ മീഡിയക്ക് ഇതുപോലൊരു വീഡിയോ ഇടാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക മാക്സിമം. അയാൾക്ക് 1 രൂപ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. നമ്മളെ കൊണ്ട് അത്രയും പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടട്ടെ. അതുകൊണ്ട് രക്ഷപ്പെടട്ടെ. കാരണം ജോലിക്ക് പോവാൻ പറ്റാത്ത ഒരാളാണ്. 2 കിഡ്നിയിൽ 1 കിഡ്നി പറ്റ പോയിന്. 1 കിഡ്നി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതും
കല്ല് നിറഞ്ഞൊരവസ്ഥയാണ്. ആ കല്ല് പലപ്പോഴായിട്ടും ഒരുപാട് സർജറി ചെയ്ത് എടുത്ത് അതിൽ കിട്ടാത്തതായിട്ട് ഇനിയുണ്ട്. ഇനിയും ഓരോ ഡേറ്റ് മാറ്റി മാറ്റി കൊടുത്തിട്ട് അത് എടുക്കാൻ പറ്റാതെ അത് അത്രയും ഉറച്ചൊരു കല്ലാണ്. അപ്പൊ അതൊക്കെയാണ് അയാളെ അവസ്ഥ. അപ്പം നിങ്ങളെല്ലാവരും, നമ്മളിപ്പോ എല്ലാവരും മനുഷ്യരാണല്ലോ. ഈ ഭൂമിയിൽ സമ്പാദിച്ചതൊന്നും നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. നമ്മളൊരു 1 രൂപ കൊടുത്തു കഴിഞ്ഞാല് അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് അയാള് ജീവിതം രക്ഷപ്പെടുന്ന വെച്ചാൽ രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അത് കൈകളിലേക്കും എത്തിപ്പെട്ടാൽ ഒരുപക്ഷെ അയാള് രക്ഷപ്പെടും. ഓക്കെ, അത്രേ പറയാനുള്ളൂ.